Welcome, my dear students. മാത്തമാറ്റിക്കൽ അനാലിസിസിൻ്റെ ഒരു പുതിയ ലെക്ചറിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. So, in the previous module, we have discussed about sequences, meaning an arrangement of a class of numbers or arrangement of infinite collection of numbers where the numbers can be same. And we have discussed that there are sequences in which after a certain stage this class of numbers approaches to a particular value. If such a value exists, the corresponding sequence is said to be convergent sequence and the corresponding value is said to be the limit of the sequence. Now we are moving on to a different class of sequences called series. സീരീസ് എന്ന് വെച്ചാൽ സാധാരണയായിട്ട് നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്ര. അതായത് x1 x2 x3 എന്ന് പറയുന്നത് കുറച്ച് നമ്പേഴ്സാണ്. ഇന്ന് ധാരാളം നമ്പേഴ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള നമ്പേഴ്സിൻ്റെ ഇൻഫിനിറ്റ് കളക്ഷൻ ഓഫ് നമ്പേഴ്സ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഇങ്ങനെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മായിട്ട് ഡിഫൈൻ ചെയ്യുന്ന ഈ എക്സ്പ്രഷനെയാണ് നമ്മൾ സീരീസ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഇതിനെ സാധാരണയായിട്ട് നമ്മൾ ജനറലൈസ് ചെയ്ത് എഴുതുന്നത് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി xn എന്നുള്ളതാണ്. വിച്ച് മീൻസ് ദാറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് എക്സെട്ര. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് നാച്ചുറൽ ടു അസ്യൂം ദാറ്റ് ടു തിങ്സ്. ഇങ്ങനൊരു എക്സ്പ്രഷൻ നമ്മൾ എഴുതുമ്പോൾ ദിസ് ഡെഫിനിഷൻ ഹാസ് സർട്ടൺ ലിമിറ്റേഷൻസ്. The first thing is we are actually summing up to infinity. അതായത് നമ്മൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ആണ് ആക്ച്വലി സം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഫിനിറ്റ് സമ്മേഷൻ ഡിഫൈൻ ചെയ്യുന്ന എക്സ്പ്രഷനെ വാല്യൂ ഉണ്ടോ? അതാണ് ഫസ്റ്റ് ചോദ്യം. അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇൻഫിനിറ്റ് കളക്ഷൻ ഓഫ് നമ്പേഴ്സിനെ സം ചെയ്യുകയാണ്. ഒരു നമ്പറല്ല, രണ്ട് നമ്പറല്ല, മൂന്ന് നമ്പറല്ല, ഇൻഫിനിറ്റ് കളക്ഷൻ ഓഫ് നമ്പേഴ്സിനെ സമ്മ് ചെയ്യുകയാണ്. So the natural question is, does this infinite sum has a value? Has a value meaning finite value ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ സമ്മ് ചെയ്യുമ്പോൾ ഇൻഫിനിറ്റ് നമ്പേഴ്സാണ് നമ്മൾ കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ക്വയറ്റ് നാച്ചുറൽ ടു അസ്യൂം ദാറ്റ് ദ സം ക്യാൻ ഓൾസോ ബി ഇൻഫിനിറ്റി എന്ന രീതിയിൽ നമുക്ക് അസ്യൂം ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഏതെങ്കിലും കേസിൽ ഈ സമ്മിൻ്റെ വാല്യൂ ഫൈനൈറ്റ് നമ്പർ ആകാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? അതാണ് നമുക്കുള്ള ആദ്യത്തെ ചോദ്യം. രണ്ട്, ഇങ്ങനെയുള്ള ഒരു സമ്മേഷന് മീനിങ് ഉണ്ടോ? അതാണ് ഈ ചോദ്യത്തിൻ്റെ വേറൊരു വേർഷൻ. ഇങ്ങനെ നമ്മളൊരു സമ്മ് ഡിഫൈൻ ചെയ്യുമ്പോൾ എല്ലാ കേസിലും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റ് നമ്പറാണ് അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആണെന്നുണ്ടെങ്കിൽ ദിസ് സം ഡസ് നോട്ട് ഹാവ് എനി സോർട്ട് ഓഫ് മീനിങ്. അപ്പം ഇങ്ങനെ ഒരു സമ്മ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു, അതിന് മീനിങ് വേണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് എക്സിസ്റ്റ് എ പർട്ടിക്കുലർ കേസ് ഇൻ വിച്ച് ദിസ് സം ഈസ് ആക്ച്വലി എ ഫൈനൈറ്റ് നമ്പർ. അങ്ങനെയുള്ള കേസിൽ മാത്രമേ ഇങ്ങനൊരു സമ്മ് എക്സ്പ്രസ് ചെയ്യുന്നതിൻ്റെ മീനിങ് ഉള്ളൂ. നമുക്ക് സാധാരണയായിട്ട് നമ്മൾ കാണുന്ന ഒരു സമ്മാണ് -1 + 1 -1 + 1 -1 + 1 -1 + 1 എക്സെട്ര ഇങ്ങനെ പോകുന്ന സം. അതായത് ഞാൻ xn ഈസ് ഈക്വൽ ടു -1n എന്നൊരു സീക്വൻസ് എടുക്കുകയാണെങ്കിൽ സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി xn ആണ് ശരിക്കും x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്ര എന്നാണ് ഇത് പോകുന്നത്. x1 ഈസ് ആക്ച്വലി -1 വിച്ച് ഈസ് ആക്ച്വലി -1, x2 ഈസ് -1² വിച്ച് ഈസ് ആക്ച്വലി 1, x3 ഈസ് -1³ വിച്ച് ഈസ് ആക്ച്വലി -1, +1 -1 +1 -1 ഇങ്ങനെ പോകുന്ന എക്സ്പ്രഷനാണ്. ഓക്കെ, സോ നാച്ചുറലി ഇങ്ങനൊരു സം ഉണ്ടോ? ഇതിൻ്റെ വാല്യൂ എന്താണ്? ഇതിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ യു ക്യാൻ ആക്ച്വലി ഡിഫൈൻ ദിസ് വാല്യൂ
many ways. Okay, the first thing is നമ്മൾ സം ചെയ്യുന്നത് -1 + 1 -1 + 1 -1 + 1 -1 + 1 -1 + 1 എക്സെട്ര എന്നുള്ളതാണ്. ഒരാളിങ്ങനെ സം ചെയ്യുന്നെന്ന് വെച്ചോളൂ. ആദ്യത്തെ -1ഉം +1 സം ചെയ്തു. സോ ദ ആൻസർ ഈസ് 0. അടുത്ത -1ഉം +1 കൂട്ടുമ്പോൾ 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 ആൻസർ ഈസ് 0. സോ പെയർ വൈസ് നമ്മൾ -1ഉം +1 കൂട്ടുമ്പോൾ ആൻസർ ഈസ് ഓൾവേസ് 0. സോ അതിൻ്റെ സം എന്ന് വെച്ചാൽ 0 + 0 + 0 + 0 + എക്സെട്ര. 0യുടെ ഇൻഫിനിറ്റ് സം ആയിട്ട് ഇത് മാറി, വിച്ച് ഈസ് ആക്ച്വലി ഈക്വൽ ടു 0. ഓക്കെ, 0 എത്ര തവണ കൂട്ടിയാലും ആൻസർ ഈസ് ഓൾവേസ് 0. ഒരാൾ ഇങ്ങനെയാണ് സം ചെയ്യുന്നതെന്ന് വെച്ചോളൂ. എന്നാൽ വേറൊരാൾ ഇങ്ങനെയാണ് സം ചെയ്യുന്നത്. ആദ്യം നമ്മുടെ സീരീസ് എഴുതുന്നു. -1 +1 -1 +1 -1 +1 -1 +1 -1 +1 എക്സെട്ര. ഒരാൾ ഇങ്ങനെയാണ് സം ചെയ്യുന്നത് വെച്ചോളൂ. ആദ്യത്തെ -1 ഒഴിവാക്കിയിട്ട് അടുത്ത +1ഉം -1ഉം വിച്ച് ഈസ് ആക്ച്വലി 0. -1 ഇവിടെ ഉണ്ട്. അടുത്തത് 1, അടുത്ത 1ഉം -1ഉം പെയർ ചെയ്യുമ്പോൾ ആൻസർ ഈസ് 0. അടുത്ത 1ഉം -1ഉം പെയർ ചെയ്യുമ്പോൾ ആൻസർ ഈസ് 0. അടുത്ത 1ഉം -1ഉം പെയർ ചെയ്യുമ്പോൾ ആൻസർ ഈസ് 0. അടുത്തത് 1ഉം പിന്നെ ഇവിടെ ഒരു -1 ഉണ്ട്. കാരണം ഇത് ഇൻഫിനിറ്റ് ആയിട്ട് പോവുകയാണ്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ആൻസർ ഈസ് 0. സോ ഇങ്ങനെ സം ചെയ്യുമ്പോൾ ദ ആൻസർ ഈസ് -1 + 0 + 0 + എക്സെട്ര, വിച്ച് ഈസ് ആക്ച്വലി -1ഉം ഇൻഫിനിറ്റ് ടൈംസ് 0യും കൂടെ ചെയ്യുമ്പോൾ ആൻസർ ഈസ് ഓൾവേസ് -1. അയാൾക്ക് ഇങ്ങനെ സം ചെയ്യാം. ഓക്കെ, മൂന്നാമത്തെ കേസ് ഞാൻ ആദ്യത്തെ ഈ -1 + 1 -1 + 1 -1 + 1ൻ്റെ ഈ ഫസ്റ്റ് 2 ടേംസ് എല്ലാ ടേംസും ഞാൻ തിരിച്ചെഴുതുന്നു. കാരണം റിയൽ നമ്പേഴ്സിൻ്റെ അകത്ത് A + Bയും B + Aയും സെയിം ആണ്. സോ ഇതിനെ ഞാൻ ഇങ്ങനെ തിരിച്ചെഴുതിയാലും കുഴപ്പമില്ലല്ലോ. 1 അതിനെ 1 -1 +1 -1 +1 -1 +1 -1 +1 ഇങ്ങനെ എഴുതാനും കൊടുക്കും. കാരണം എല്ലാ നമ്പേഴ്സ് A + B എന്നുള്ളതാണ്. അതിനെ B+ എന്ന് എഴുതാൻ പറ്റും. ആദ്യം 1 എഴുതുന്നു, രണ്ടാമത് -1, ആദ്യം 1 എഴുതുന്നു, രണ്ടാമത് -1, ആദ്യം 1 എഴുതുന്നു, രണ്ടാമത് -1, അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. നമ്മളിങ്ങനെയാണ് സം ചെയ്യുന്നതെങ്കിൽ ഓക്കെ, ഇവിടത്തെയും ഈ 2 നമ്പേഴ്സ് വീതം ചൂസ് ചെയ്യുക. -1 + 1 ദ സം ഈസ് 0, -1 + 1 ദ സം ഈസ് 0, -1 + 1 ദ സം ഈസ് 0, -1 + 1 ദ സം ഈസ് 0 ആൻഡ് -1 അടുത്ത +1 ഉണ്ട് വിച്ച് ഈസ് സം ഈസ് 0. ഇവിടെ 1+ എന്നുള്ളതാണ് എക്സ്പ്രഷൻ. സോ ദ ആൻസർ ബിക്കംസ് 1. സോ നമ്മൾ ഇവിടെ ഒബ്സർവ് ചെയ്യുമ്പോൾ വി ക്യാൻ ആക്ച്വലി ഐഡൻറ്റിഫൈ ദാറ്റ് വി ആർ ആക്ച്വലി സമ്മിങ് ദ സെയിം തിങ്. നമ്മൾ -1 എന്ന് പറയുന്ന സീക്വൻസിൻ്റെ ടേംസിനെ നമ്മൾ സം ചെയ്ത് പോവുകയാണ്. ബട്ട് ഇതിന് ഒരാൾ സം ചെയ്തപ്പോൾ ഇതിൻ്റെ വാല്യൂ 0 എന്നും അടുത്ത ആൾ സം ചെയ്യുമ്പോൾ ആൻസർ -1 എന്നും അതിൻ്റെ അടുത്ത ആൾ സം ചെയ്തപ്പോൾ ആൻസർ 1 എന്നും കിട്ടി. സോ വാട്ട് ഈസ് ദ ആക്ച്വൽ ആൻസർ? ഇതിൻ്റെ ഏതാണ് ആക്ച്വൽ ആൻസർ? സോ ഇങ്ങനെ നമ്മൾ സം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഡിഫിക്കൽറ്റിയാണ് ചില കേസുകളിൽ ആൻസർ ഫൈനൈറ്റ് നമ്പർ കിട്ടിയെന്ന് പറഞ്ഞാലും ആൻസർ ഒരു യുണീക്ക് നമ്പർ കിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി യൂഷ്വൽ അഡീഷൻ വെച്ച് ഇത് കൂട്ടുക എന്ന് പറയുന്നതിന് ലോജിക്കൽ മീനിങ് ഇല്ല. കാരണം നമ്മൾ ഒരേ എക്സ്പ്രഷനെയാണ് സം ചെയ്തത്. ഒരേ എക്സ്പ്രഷനെ സം ചെയ്യുമ്പോൾ ദ ഫൈനൽ ആൻസർ ഷുഡ് ബി സെയിം. ദാറ്റ്സ് എ നാച്ചുറൽ തിങ്. ഇവിടെ പക്ഷേ 3 പേർ വ്യത്യസ്തമായ രീതിയിൽ ഇതിനെ ഒരേ ഓപ്പറേഷൻ വെച്ച് ചെയ്തപ്പോൾ വി ഗെറ്റ് 3 ഡിഫറെൻറ്റ് ആൻസേഴ്സ് വിച്ച് ഈസ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ, വിച്ച് ഈസ് നോട്ട് അറ്റ് ഓൾ ഫീസിബിൾ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതുന്ന എക്സ്പ്രഷൻ്റെ യൂഷ്വൽ വേയിലുള്ള സമ്മേഷൻ എന്ന് പറയുന്നത് ഡസ് നോട്ട് ഹാവ് എനി സോർട്ട് ഓഫ് മീനിങ്. കാരണം ഇങ്ങനെ നമ്മൾ എഴുതുന്നു, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസിനെ കൂട്ടുന്നു, യൂഷ്വൽ അഡീഷൻ വെച്ച് ഇത് സം ചെയ്ത് പോയാൽ ദർസ് എ പോസിബിലിറ്റി ദാറ്റ് ഇറ്റ് മേ നോട്ട് ഹാവ് ദ യുണീക്ക് സം. സം യുണീക്ക് അല്ലെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി സോർട്ട് ഓഫ് മീനിങ് അറ്റ് ഓൾ. സോ ഇങ്ങനെ നമ്മൾ എഴുതുന്ന എക്സ്പ്രഷന് യൂഷ്വൽ അഡീഷൻ്റെ ടേംസിൽ ഇറ്റ് ഹാസ് നോ മീനിങ്. അത് മാത്രമല്ല, നമ്മൾ ബൈനറി അഡീഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എ ബൈനറി ഓപ്പറേഷൻ
which means that you can always operate two elements or you can always add two elements. നമുക്ക് രണ്ട് എലമെൻറ്റ്സ് വീതമാണ് ആഡ് ചെയ്യാൻ പറ്റുന്നത്, which means that if you extend that onto a finite case, അതായത് നമുക്ക് രണ്ട് എലമെൻറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ you can add up to finite elements. 10 എലമെൻറ്റ്സിന് ആഡ് ചെയ്യാൻ വേണ്ടി ആദ്യത്തെ രണ്ടെണ്ണം ആഡ് ചെയ്യുക, 3ഉം 4ഉം ആഡ് ചെയ്യുക, പിന്നെ ആദ്യത്തെ രണ്ടെണ്ണം ആഡ് ചെയ്ത സമ്മിനെ മൂന്നാമത്തെ നാലാമത്തെ ആഡ് ചെയ്ത സമ്മുമായിട്ട് ആഡ് ചെയ്ത് അങ്ങനെ പോവാം. You can always do that. But in the case of infinite number of elements, you cannot actually pairwise add the things all together to form a finite number of sums. ഓക്കെ, അപ്പോൾ നമ്മൾ അഡീഷൻ എന്നുള്ളതൊരു ബൈനറി ഓപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ ഈ അഡീഷൻ എന്നുള്ള യൂഷ്വൽ അഡീഷൻ എന്നുള്ള റിയൽ നമ്പേഴ്സിൻ്റെ അകത്തെ അഡീഷൻ എന്നുള്ള കൺസെപ്റ്റ് കനോട്ട് ബി എക്സ്റ്റെൻഡഡ് ഓൺ ടു എ ഇൻഫിനിറ്റ് സം. ഓക്കെ, സോ ദിസ് എക്സ്പ്രഷൻ in terms of usual addition does not have any sort of meaning. ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്താൽ ഇറ്റ് ഡസ് നോട്ട് മീൻ എനിത്തിങ്, ബിക്കോസ് ഒന്ന് അഡീഷൻ എന്നുള്ളതൊരു ബൈനറി ഓപ്പറേഷൻ ആണ്. സോ യു ക്യാൻ ഓൾവേസ് ആഡ് അപ് ടു ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് വരെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ട്, ഇങ്ങനെ ആഡ് ചെയ്താൽ യൂഷ്വൽ അഡീഷൻ വെച്ച് ആഡ് ചെയ്താൽ ഇറ്റ് ഡസ് നോട്ട് ഓൾവേസ് ഗിവ് ദ കറക്റ്റ് ആൻസർ ഓർ എ യുണീക്ക് ആൻസർ. So this sort of expression with regards to the usual addition does not seem to be correct. ഇങ്ങനെ നമ്മൾ യൂഷ്വൽ അഡീഷൻ്റെ ടേംസിൽ ഇതിനെ എക്സ്പ്രസ് ചെയ്താൽ ഇതിന് പക്ഷെ ഒരു മീനിങ് ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്കിതിനെ വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് മാറ്റി ഡിഫൈൻ ചെയ്യണം. സോ അവർ ഒബ്ജക്റ്റീവ് ഈസ് ടു സം ഹൗ ഡിഫൈൻ സമേഷൻ n is equal to 1 to infinity xn, അതായത് x1 plus x2 plus x3 എക്സെട്ര എന്ന് പറയുന്ന ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസിൻ്റെ സമ്മിനെ ഏതെങ്കിലും വിധത്തിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. ഓക്കെ, സോ അതിന് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ടെക്നിക്ക് is not viable, is not actually valid. അപ്പോൾ നമുക്ക് പുതിയ ഒരു സെറ്റ് ഓഫ് ടെക്നിക്കുകൾ നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെയുള്ള പുതിയ സെറ്റ് ഓഫ് ടെക്നിക്കിൻ്റെ ടേംസിൽ ഡിഫൈൻ ചെയ്യുന്നതാണ് ഇൻഫിനിറ്റ് സീരീസ് എന്ന് പറയുന്നത്. സോ ഇൻഫിനിറ്റ് സീരീസ് സമേഷൻ n is equal to 1 to infinity എന്നുള്ള എക്സ്പ്രഷന് യൂഷ്വൽ അഡീഷൻ്റെ ടേംസിൽ എല്ലാ ടേംസിനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ആഡ് ചെയ്യുക എന്നുള്ളത് വളരെ കാഷ്വലായിട്ട് നമ്മൾ പറയുമ്പോൾ യു ആർ നോട്ട് ആക്ച്വലി ആഡിങ് ഇൻ ടേംസ് infinitely many times. It does not have any meaning at all. You are actually doing something else. അതാണ് നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ our objective was to define this summation n is equal to 1 to infinity xn meaningfully. എന്തെങ്കിലും മീനിങ് വേണം. ഓക്കെ, അല്ലെങ്കിൽ ഇതിനൊരു ഫൈനൈറ്റ് സം ഉള്ള രീതിയിൽ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് നമ്മളിതിനെ വേറൊരു രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ് xn ബി എ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ്. നമ്മൾ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സിനെയാണ് ആഡ് ചെയ്യുന്നത്. ബി എ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ്. xn എന്ന് പറഞ്ഞ സീക്വൻസിൻ്റെ ടേംസിനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ എക്സ്പ്രഷനാണ് സമേഷൻ n is equal to 1 to infinity എന്നുള്ളത്. ഈ സീക്വൻസിൻ്റെ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയുള്ള എല്ലാ ടേംസും ആഡ് ചെയ്ത് കിട്ടുന്ന എക്സ്പ്രഷനാണ്. ഞാനിവിടെ പുതിയൊരു ഈ എക്സെന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് ഐ എം ആക്ച്വലി ട്രൈങ് ടു ഡിഫൈൻ എ ന്യൂ സീക്വൻസ്. ദ ഫസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ് s1 ഈസ് ആക്ച്വലി x1, s2 ഈസ് ആക്ച്വലി x1 plus x2, s3 is actually x1 plus x2 plus x3, s4 is actually x1 plus x2 plus x3 plus x4. അതായത് പുതിയതായിട്ട് ഞാൻ xnന് കറസ്പോണ്ടിങ് ആയിട്ട് പുതിയൊരു സീക്വൻസ് ഡിഫൈൻ ചെയ്യുന്നു. ആ സീക്വൻസിൻ്റെ ടേംസ് ആണ് s1, s2, s3, s4 എക്സെട്ര. s1 എന്നുള്ളത് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേമാണ്, s2 എന്നുള്ളത് ഫസ്റ്റ് 2 ടേംസിൻ്റെ സമ്മാണ്, s3 എന്നുള്ളത് ഫസ്റ്റ് 3 ടേംസിൻ്റെ സമ്മാണ്, s4 എന്നുള്ളത് ഫസ്റ്റ് 4 ടേംസിൻ്റെ സമ്മാണ്. ഇൻ ജനറൽ sn ഈസ് ഈക്വൽ ടു x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര xn, അതായത് ഫസ്റ്റ് n ടേംസിൻ്റെ സമ്മാണ്. ദാറ്റ് ഈസ് സമ്മേഷൻ k ഈസ് ഈക്വൽ ടു 1 to n xk. ഇങ്ങനെയാണ്. സോ നമ്മൾ
ഈ x1 x2 ഈ xn എന്ന് പറയുന്ന സീക്വൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് വി ഡിഫൈൻ എ ന്യൂ സീക്വൻസ് വിച്ച് ഈസ് കോൾഡ് എസ് എൻ. ഓക്കെ, ഇനി ഇപ്പോൾ ഇതൊരു സീക്വൻസ് ആണ്. അപ്പോൾ സീക്വൻസിന് ദർസ് എ പോസിബിലിറ്റി ദാറ്റ് സീക്വൻസ് ഡസ് ഹാവ് എ ലിമിറ്റ്. ഓക്കെ, ഇഫ് at all limit n tends to infinity Sn exist. ഓക്കെ, ഇത് എക്സിസ്റ്റ് ചെയ്യുന്നെന്ന് വെച്ചോളൂ, വിച്ച് മീൻസ് Sn കൺവേർജസ്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഇഫ് Sn കൺവേർജസ്, ഓക്കെ, നമ്മൾ Sൻ്റെ വാല്യൂ എന്നുള്ളത് സമ്മേഷൻ k ഈസ് ഈക്വൽ ടു 1 to n xk എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സമ്മേഷൻ k ഈസ് ഈക്വൽ ടു 1 to n xk എക്സിസ്റ്റ്. ഇവിടെ n ടെൻസ് ടു ഇൻഫിനിറ്റി, എന്നിന് അപ് ടു ഇൻഫിനിറ്റി വരെ കൊടുക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ എൻ്റെ വേരിയബിൾ ഇവിടെ മാത്രമേ ഉള്ളൂ, വിച്ച് മീൻസ് ദാറ്റ് ദിസ് ഈസ് ആക്ച്വലി ഈക്വൽ ടു സമ്മേഷൻ k ഈസ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി xk. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തത്, ഇപ്പോൾ നമുക്ക് കിട്ടിയ സം എന്ന് പറയുന്നത് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി xn എന്ന് പറയുന്ന സമ്മിന് ഇക്വലൻ്റായ അതേ സം തന്നെയാണ്. xn എന്ന് പറയുന്നത് xk എന്നുള്ള വേറൊരു ഇൻഡെക്സ് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. സോ ദീസ് ടു സംസ് ആർ ആക്ച്വലി സെയിം. ഇനി മുമ്പേ പറഞ്ഞ ഡെഫിനിഷനും ഇപ്പോൾ പറഞ്ഞ ഡെഫിനിഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ നമ്മൾ ഈ സമ്മിനെ ഡിഫൈൻ ചെയ്തത് ഒരു സീക്വൻസിൻ്റെ ലിമിറ്റായിട്ടാണ്. സോ സീക്വൻസിൻ്റെ ലിമിറ്റായിട്ട് ഡിഫൈൻ ചെയ്യുമ്പോൾ ഇറ്റ് ഡസ് ഹാവ് എ മീനിങ്. ഞാനൊരു പർട്ടിക്കുലർ ക്ലാസ് ഓഫ് സീക്വൻസ് ഡിഫൈൻ ചെയ്യുന്നു അസോസിയേറ്റഡ് വിത്ത് ദിസ് സം. ദ ഫസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ് ഈസ് ദ first sum x1, the second term is actually x1 plus x2, the fourth term is x1 plus x2 plus x3 plus x4. In general, Sn is x1 plus x2 plus etc. xn. If you define such a sequence, if at all the limit exists or if the sequence converges, Sn converges, then that limit of such a sequence is actually this expression. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തത്, നമ്മൾ xn എന്ന് പറയുന്ന സീക്വൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ സമ്മ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളൊരു ഒബ്ജക്റ്റീവിനെ നമ്മളൊരു സീക്വൻസിൻ്റെ ടേംസിലാക്കി. അതിനുവേണ്ടി നമ്മൾ ചെയ്തത് ഈ xnന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു പുതിയ ക്ലാസ് ഓഫ് സീക്വൻസ് ഡിഫൈൻ ചെയ്തു. S1 S2 S3 എക്സെട്ര Sn എന്നുള്ളത് സമ്മേഷൻ k ഈസ് ഈക്വൽ ടു 1 to n എന്നോ xk എന്നുള്ളതാണ് ജനറൽ ടേം. അപ്പോൾ ഈ സീക്വൻസിന് ചിലപ്പോൾ കൺവേർജ് ചെയ്യാം, ചിലപ്പോൾ ഡൈവേർജ് ചെയ്യാം. ഈ സീക്വൻസ് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി Sn എക്സിസ്റ്റ് ചെയ്യും. ആ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി Snനെയാണ് നമ്മൾ ഈ സമ്മായിട്ട് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഈ സമ്മിനെ യൂഷ്വലായിട്ട് ടേംസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസിൻ്റെ അഡീഷൻ ആയിട്ടല്ല പറഞ്ഞത്, അതിനെ ഒരു സീക്വൻസിൻ്റെ ലിമിറ്റായിട്ടാണ് പറഞ്ഞത്. സോ ആക്ച്വലി ആൻ ഇൻഫിനിറ്റ് സീരീസ് ഈസ് നത്തിങ് ബട്ട് ദ ലിമിറ്റ് ഓഫ് എ പർട്ടിക്കുലർ ക്ലാസ് ഓഫ് സീക്വൻസ്. ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഇൻഫിനിറ്റ് സീരീസ് എന്ന് പറയുന്നത് ഈസ് ആക്ച്വലി ദ ലിമിറ്റ് ഓഫ് എ പർട്ടിക്കുലർ ക്ലാസ് ഓഫ് സീക്വൻസ് വേർ ദ സീക്വൻസ് ഈസ് ഡിഫൈൻഡ് as Sn is equal to x1 plus x2 plus etc. xn. This sequence is called the sequence of partial sum. Sn is called the sequence of partial sums. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ xn എന്ന് പറയുന്ന ഏത് കറസ്പോണ്ടിങ് സീക്വൻസ് എടുത്തെന്ന് പറഞ്ഞാലും ആ സീക്വൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് വി ക്യാൻ ഡിഫൈൻ എ ന്യൂ ക്ലാസ് ഓഫ് സീക്വൻസ് കോൾഡ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ്. ഇഫ് അറ്റ് ഓൾ ദ ലിമിറ്റ് ഓഫ് സച്ച് സീക്വൻസ് എക്സിസ്റ്റ്, ദാറ്റ് ലിമിറ്റ് ഈസ് കോൾഡ് ദ ഇൻഫിനിറ്റ് സം ഓഫ് ദ കറസ്പോണ്ടിങ് സീക്വൻസ് xn. ഓക്കെ, ഇങ്ങനെ ഇനി ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ, ഈ സീക്വൻസിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂവും എക്സിസ്റ്റ് ചെയ്യും. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ വാല്യൂ ഒരു ഫൈനൈറ്റ് നമ്പർ ആകുക എന്നുള്ളതാണ്. അപ്പം there are, if limit Sn exists, which means that എന്താണ്, summation k is equal to 1 to infinity xk is actually finite. അതിൻ്റെ സം ഒരു ഫൈനൈറ്റ് നമ്പർ ആണെന്നുള്ളതാണ്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇതിൻ്റെ സം എന്ത് ചെയ്യുന്നില്ല, എക്സിസ്റ്റ് ഇല്ലെന്നുള്ളതാണ് മീനിങ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത്, നമ്മൾ ഈ എക്സ്പ്രഷനെ, ഈ സമ്മേഷൻ എക്സ്പ്രഷനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസിൻ്റെ തുകയായിട്ട് എഴുതാതെ അതിനെ ഒരു സീക്വൻസിൻ്റെ ലിമിറ്റായിട്ട് എഴുതി. സോ എവരി ഇൻഫിനിറ്റ് സീരീസ് ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ദ ഫോം ദിസ്.
summation n is equal to 1 to infinity xn. This every infinite series is actually the limit of some class of sequence. That class of sequence is called the sequence of partial sums. അപ്പോൾ ഏത് സീരീസും ഒരു സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിൻ്റെ ലിമിറ്റായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന എക്സ്പ്രഷനാണ് ആക്ച്വലി. സോ ഇത്രയും പറഞ്ഞത് വെച്ച് നമുക്ക് ഇൻഫിനിറ്റ് സീരീസിനെ ഡിഫൈൻ ചെയ്യാം. ലെറ്റ് x1 xn be a sequence of real numbers. Associated with this, we can actually define let xn be a sequence of real numbers. Associated with this sequence, we can actually define an infinite sum called infinite series, where the infinite series is defined to be the limit of a particular class of sequence. That sequence is called the sequence of partial sums, where the sequence general term of the sequence is defined as Sn is equal to x1 plus x2 plus etc. xn. And if we say that the infinite series converges, we say that the infinite series converges. Converges means it has a sum. It has a sum if Sn converges. Okay. And if Sn diverges, the infinite series does not have any sum. So this is what our objective is actually obtained. So we are meaningfully defined this thing. Now let's move on. നമ്മൾ തൊട്ട് മുമ്പേ നമ്മളൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തിരുന്നു. അവർ സീക്വൻസ് വാസ് സമ്മേഷൻ n is equal to 1 to infinity minus 1 raised to n. ഇതായിരുന്നു നമ്മുടെ സീരീസ്. ഓക്കെ, ഇതിൻ്റെ സം ഉണ്ടോ എന്നുള്ളതായിരുന്നു നമ്മുടെ ഒബ്ജക്റ്റീവ്. ഓക്കെ, so this is example. Here x1 is actually minus 1. Corresponding ആയിട്ടുള്ള s1 is actually 1. Okay, next is minus 1. Sorry, minus 1. s2 is actually x1 plus x2, which is actually minus 1 plus 1. കാരണം xn is actually minus 1 raised to n ആണ്. അതിൻ്റെ സം ആണിത്. ഓക്കെ, which is equal to 0. s3 is equal to x1 plus x2 plus x3, which is minus 1 plus 1 minus 1, which is equal to minus 1. കൂട്ടുമ്പോൾ s4 is equal to x1 plus x2 plus x3 plus x4, which is equal to minus 1 plus 1 minus 1 plus 1, which is equal to 0. s5 ഡിഫൈൻ ചെയ്യുന്നു. s5 x1 plus x2 plus x3 plus x4 plus x5 ആണ്. സോ x1 plus x2 plus etc. x5, which is equal to minus 1 എന്ന് തന്നെ കിട്ടും. സോ ക്ലിയർലി ഈ പാറ്റേൺ ഒബ്സർവ് ചെയ്താൽ നമ്മുടെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എന്ന് പറഞ്ഞ സീക്വൻസിൻ്റെ അകത്ത് s1 മൈനസ് 1 ആണ്, s3 മൈനസ് 1 ആണ്, s5 മൈനസ് 1 ആണ്, അടുത്തത് s7 മൈനസ് 1 ആയിരിക്കും. കാരണം നമ്മൾ മൈനസ് 1 പ്ലസ് 1 മൈനസ് 1 പ്ലസ് 1 എന്നതിനെ നമ്മൾ പെയർ ചെയ്യുമ്പോൾ s എന്നുള്ളത് ഈവൻ ടേംസ് ആണെങ്കിൽ എല്ലാ മൈനസ് 1നെയും പ്ലസ് 1നെയും പെയർ ചെയ്യാം. മൈനസ് 1നെയും പ്ലസ് 1നെയും പെയർ ചെയ്യുമ്പോൾ 0 കിട്ടും. സോ ദ സം ഷുഡ് ബി ഈക്വൽ ടു 0. ഇനി n ഓഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൈനസ് 1നെയും പ്ലസ് 1നെയും പെയർ ചെയ്യുമ്പോൾ അവസാനം ഒരു മൈനസ് 1 റിമൈൻ ചെയ്യും. സോ ദ സം ഷുഡ് ബി ഈക്വൽ ടു മൈനസ് 1. സോ വി ക്യാൻ ജനറലി റൈറ്റ് ഇറ്റ് ആസ്, ഇൻ ദിസ് കേസ് അവർ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം Sn is equal to minus 1 if n is odd and 0 if n is even. സോ ഇതാണ് നമ്മുടെ സീക്വൻസ്. അതായത് നമ്മുടെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് Sn ഈസ് ആക്ച്വലി minus 1 0 minus 1 0 minus 1 0 minus 1 0 എക്സെട്ര എന്നാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ സമ്മേഷന് വാല്യൂ ഉണ്ടാകുക എന്ന് വെച്ചാൽ സമ്മേഷൻ n is equal to 1 to infinity minus 1 raised to n ന് വാല്യൂ ഉണ്ടാകുക എന്ന് വെച്ചാൽ, which means that this sequence of partial sums actually converges. Clearly minus 1 0 minus 1 0 minus 1 0 എന്ന സീക്വൻസ് ഒരിക്കലും കൺവേർജ് ചെയ്യത്തില്ല. ഓക്കെ, so which means that the sequence of partial sum limit Sn does not exist.
കാരണം അതിൻ്റെ സീക്വൻസിൻ്റെ പാറ്റേൺ നോക്കിയാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇതിന് ഇക്വലൻ്റ് ആയിട്ട് നമ്മൾ -1 1 -1 1 -1 1 അല്ലെങ്കിൽ 2 0 2 0 എന്നുള്ള സീക്വൻസുകൾ നമ്മൾ ഒബ്സർവ് ചെയ്തതാണ്. സോ ഇതിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തില്ലെങ്കിൽ സമേഷൻ n ഈസ് ഈക്വൽ ടു 1 to infinity -1 raised to n ഡസ് നോട്ട് എക്സിസ്റ്റ്. അതായത് ഇതിനൊരു വാല്യൂ ഇല്ല, മീനിങ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. സോ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ചെയ്തപ്പോൾ ഇതിനെ സമ്മ് ചെയ്തപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ ആൻസർ -1 0 1 എന്ന രീതിയിൽ കിട്ടിയത്. ഓക്കെ, സോ ഇതിൻ്റെ ആക്ച്വൽ ആൻസർ ഇങ്ങനെ സമ്മ് ചെയ്യുന്ന എക്സ്പ്രഷന് ആക്ച്വലി ഒരു സമ്മില്ല. ആക്ച്വലി അതിൻ്റെ വാല്യൂ ഒരു പർട്ടിക്കുലർ നമ്പറായിട്ട് വരില്ല. കാരണം ഇതിൻ്റെ കറസ്പോണ്ടിങ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിൻ്റെ എക്സ്പ്രഷൻ എന്നുള്ളത് -1 1 -1 0 -1 0 എന്ന തരത്തിലാണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ്, വിച്ച് മീൻസ് ദാറ്റ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജ് ചെയ്യത്തില്ല. സോ വിച്ച് മീൻസ് ദാറ്റ് ദ കറസ്പോണ്ടിങ് സീരീസ് ഡസ് നോട്ട് ഹാവ് എനി സം. ഓക്കെ, സോ ഇങ്ങനെ എഴുതുന്ന ഈ സമ്മേഷന് ഒരു എക്സ്പ്രഷൻ ഇല്ല. ഇതിൻ്റെ വാല്യൂ 0 അല്ല, ഇതിൻ്റെ വാല്യൂ -1 അല്ല, ഇതിൻ്റെ വാല്യൂ 1 അല്ല. ഓക്കെ, നമുക്ക് ഒരിക്കലും അതിൻ്റെ വാല്യൂവിനെ കണ്ടെത്താൻ സാധിക്കില്ല. കാരണം കറസ്പോണ്ടിങ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എന്ത് ചെയ്യത്തില്ല, കൺവേർജ് ചെയ്യത്തില്ല. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി ഡിഫൈൻ എ സീരീസ്. സോ ആക്ച്വലി എ സീരീസ് ഈസ് നത്തിങ് ബട്ട് എ സ്പെഷ്യൽ ക്ലാസ് ഓഫ് സീക്വൻസ്. ഓക്കെ, ആ സീരീസിൻ്റെ സം എന്ന് പറയുന്നത് ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ് ഓഫ് സീക്വൻസിൻ്റെ ലിമിറ്റാണ്. ദാറ്റ്സ് ദ ബേസിക് ഐഡിയ. സോ വി ആർ ആക്ച്വലി നോട്ട് സ്റ്റഡിയിങ് സംതിങ് ന്യൂ. വി ആർ ആക്ച്വലി സ്റ്റഡിയിങ് സംതിങ് വിച്ച് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്, ബട്ട് this is a particular or special class of sequence and we are studying the limit of this special class of sequence. ഇത്രയും സമയമെടുത്ത് പറഞ്ഞത് ഇത് വളരെ എസെൻഷ്യലാണ്, മനസ്സിലാക്കാൻ വളരെ ഡിഫിക്കൽട്ടായ ഒരു കാര്യമാണ്. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇൻഫിനിറ്റായിട്ട് സമ്മ് ചെയ്യുക എന്നുള്ളതിന് മാത്തമാറ്റിക്കൽ സെൻസിൽ ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി മീനിങ്. ഓക്കെ, നമ്മൾ യൂഷ്വൽ ഓൾജിബ്രൈക് ഓപ്പറേഷൻസ് വെച്ച് അതിനെ ഓപ്പറേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ബിക്കോസ് വി ആർ ആക്ച്വലി ഡൂയിങ് അഡീഷൻ ഒരു ബൈനറി ഓപ്പറേഷൻ ആയതുകൊണ്ട് അതിനെ ഫൈനൈറ്റ് നമ്പർ ഓഫ് എക്സ്പ്രഷൻസിൽ മാത്രമേ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹിയർ വി ആർ ആക്ച്വലി സമ്മിങ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ നമുക്ക് പക്ഷേ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസിനെ നമുക്ക് സമ്മ് ചെയ്യാൻ എന്തെങ്കിലും മാർഗം കണ്ടെത്തണം. അപ്പോൾ നമ്മൾ ചെയ്തത് ആ ഇൻഫിനിറ്റ് സമ്മായിട്ടുള്ള എക്സ്പ്രഷന് കറസ്പോണ്ടിങ് ആയിട്ട് വി ഡിഫൈൻ എ സീക്വൻസ്. That sequence is called sequence of partial sums. ആ sequence of partial sumsൻ്റെ ലിമിറ്റായിട്ട് കറസ്പോണ്ടിങ് സീരീസിനെ നമ്മൾ ഡിഫൈൻ ചെയ്തു. സോ ഇപ്പോൾ ആ സമ്മേഷൻ എന്ന് പറയുന്നത് ലിമിറ്റ് ഓഫ് ദ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ്. ലിമിറ്റ് ഓഫ് ദ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് മേ എക്സിസ്റ്റ്, മേ നോട്ട് എക്സിസ്റ്റ്. എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കറസ്പോണ്ടിങ് സീരീസിന് സം ഉണ്ട് എന്ന് പറയാം. എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ കറസ്പോണ്ടിങ് സീരീസിന് സം ഇല്ല എന്ന് പറയാം. സോ ദിസ് ഈസ് ആക്ച്വലി ദ ഇൻഫിനിറ്റ് സീരീസ്. Infinite series is nothing but the limit of a particular class of sequence. That sequence is called sequence of partial sums. I hope you understood. Thank you.